സാംസങ്ങിൻ്റെ സാംസങ് S24 സീരീസ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ പ്രൈസിങ്ങും കാര്യങ്ങളൊക്കെ അവർ ഒഫീഷ്യലായിട്ട് തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗ്ലോബൽ മാർക്കറ്റിലെ ഫോൺ വെച്ച് നോക്കുമ്പോൾ ചില ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ് S24 സീരീസിനെ പറ്റിയിട്ടാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ടെക് വാർത്തകൾ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനലിലോ അല്ലാന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലോ ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെയും അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിൻ്റെയൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ റെഗുലർ ആയിട്ടുള്ള ടെക് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. സാംസങ് S24 സീരീസിൽ 3 ഫോണുകൾ വരുന്നുണ്ട്. സാംസങ് S24, S24 പ്ലസ് അതുപോലെ തന്നെ S24 അൾട്രയും. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ സാംസങ് S24 6.2 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. എന്നാൽ S24 പ്ലസിലോട്ട് വരുമ്പം 6.7 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ ക്വാഡ് HD റെസൊല്യൂഷൻ വരുന്നുണ്ട്. അപ്പം പ്ലസ് വെർഷനിലോട്ട് വരുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള റെസൊല്യൂഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. S24 അൾട്രയിൽ 6.8 ഇഞ്ചിൻ്റെ ക്വാഡ് HD പ്ലസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഈ ഫോണിൽ ഡൈനാമിക് AMOLED 2X ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഡിസ്പ്ലേയിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പഞ്ചോൾ ഡിസൈനാണ് വരുന്നത്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. പിന്നെ ഈ ഫോണുകളിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 2600 നിറ്റ്സ് ആണ്. പിന്നെ S24ലും അതുപോലെ തന്നെ S24 പ്ലസിലും ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2ൻ്റെ പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു പ്രൊട്ടക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ അൾട്രയിലോട്ട് വരുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഗൊറില്ല ഗ്ലാസ് ആർമറിൻ്റെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. പിന്നെ അൾട്രയിൽ S Penൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ 3 ഫോണുകളിലും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. S24ൻ്റെ വെയിറ്റ് വരുന്നത് 168 ഗ്രാമാണ്. S24 പ്ലസിൻ്റെ വെയിറ്റ് വരുന്നത് 197 ഗ്രാമാണ്. S24 അൾട്രയുടെ വെയിറ്റ് വരുന്നത് 232 ഗ്രാമാണ്. അപ്പം S24 കമ്പാരിറ്റീവ്ലി വെയിറ്റ് കുറഞ്ഞൊരു ഫോണാണ്. എന്നാൽ അൾട്രയിലോട്ട് എത്തുമ്പം വെയിറ്റ് അത്യാവശ്യം കൂടുതലായിട്ടും വരുന്നുണ്ട്. S24ൻ്റെ തിക്നെസ് വരുന്നത് 7.6 mm ആണ്. S24 പ്ലസിൻ്റെ തിക്നെസ് വരുന്നത് 7.7 mm ആണ്. അൾട്രയുടെ തിക്നെസ് വരുന്നത് 8.6 mm ആണ്. പിന്നെ ഈ ഫോണുകളിൽ IP68 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വാട്ടർ റെസിസ്റ്റൻറ്റും ഡസ്റ്റ് റെസിസ്റ്റൻറ്റുമാണ്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ S24ലും S24 പ്ലസിലും അലൂമിനിയം ഫ്രെയിമും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ അൾട്രയിലോട്ട് വരുമ്പോൾ ടൈറ്റാനിയം ഫ്രെയിമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. S24ലും അതുപോലെ തന്നെ S24 പ്ലസിലും ഒണിക്സ് ബ്ലാക്ക്, കൊബാൾട്ട് വയലറ്റ്, സഫയർ ബ്ലൂ അതുപോലെ തന്നെ ജെയ്ഡ് ഗ്രീൻ എന്നീ കളർ വേരിയൻസ് വരുന്നുണ്ട്. S24ൽ ഇത് കൂടാതെ മാർബിൾ ഗ്രേ, ആംബർ യെല്ലോ എന്നീ കളർ വേരിയൻസ് കൂടി വരുന്നുണ്ട്. S24 അൾട്രയിൽ ടൈറ്റാനിയം ഗ്രേ, ടൈറ്റാനിയം ബ്ലാക്ക്, ടൈറ്റാനിയം വയലറ്റ്, ടൈറ്റാനിയം യെല്ലോ, ടൈറ്റാനിയം ബ്ലൂ അതുപോലെ തന്നെ ടൈറ്റാനിയം ഗ്രീൻ എന്നീ കളർ വേരിയൻസ് ഒക്കെയാണ് വരുന്നത്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ S24ലും അതുപോലെ തന്നെ S24 പ്ലസിലും എക്സിനോസിൻ്റെ 2400 എന്ന പ്രോസസ്സറാണ് വരുന്നത്. ഇത് എക്സിനോസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. S24 അൾട്രയിലോട്ട് വരുമ്പോൾ സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. ഇപ്പോൾ US വെർഷനിലൊക്കെ 3ലും സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇന്ത്യൻ വെർഷനിലോട്ട് വരുമ്പോൾ S24ലും S24 പ്ലസിലും എക്സിനോസിൻ്റെ പ്രോസസ്സറേ കൊടുത്തിട്ടുള്ളൂ. അത് കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ ഫോണുകളിലൊക്കെ സ്നാപ്ഡ്രാഗണിൻ്റെ പ്രോസസ്സർ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു കൊല്ലത്തെ ഫോണുകളിലും അവർക്ക് സ്നാപ്ഡ്രാഗണിൻ്റെ പ്രോസസ്സർ കൊടുക്കായിരുന്നു എന്നാണ് തോന്നിയിട്ടുള്ളത്. അപ്പം അത് കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങളുടെ ഒരു പേഴ്സണൽ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇത് മോശമായിട്ടുള്ള പ്രോസസ്സറാണ് എന്നൊന്നുമില്ല. എന്നാലും സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പ്രോസസ്സറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതായിരുന്നു കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ 3 ഫോണുകളിലും വരുന്നുണ്ട്. ഇതിൽ S24ൽ ബേസ് വേരിയൻറ്റിൽ 8 GB റാമും 256 GB ഇൻറ്റേർണലുമാണ് വരുന്നത്. അതുപോലെ തന്നെ 8 GB റാമും 512 GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും വരുന്നുണ്ട്. മറ്റ് 2 ഫോണുകളിലും 12 GB റാമും 256 GB ഇൻറ്റേർണലാണ് ബേസ് വേരിയൻറ്റിൽ വരുന്നത്. അതുകൂടാതെ 12 GB റാമും 512 GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും വരുന്നുണ്ട്. പിന്നെ അൾട്രയിൽ 12 GB റാമും 1 TB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. LPDDR5Xൻ്റെ റാമും UFS 4.0 സ്റ്റോറേജ് ടൈപ്പും ഈ ഫോണുകളിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറേ AI ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിനുള്ളിൽ വരുന്നുണ്ട്. ലൈവ് ട്രാൻസ്ലേഷൻ, അതുപോലെ തന്നെ ട്രാൻസ്ക്രിപ്റ്റ് അസിസ്റ്റ്, ചാറ്റ് അസിസ്റ്റ്, പിന്നെ നോട്ട് അസിസ്റ്റ്, ജനറേറ്റീവ് എഡിറ്റ്, ഇതുപോലെ കുറേ AI ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 2025 വരെ ഈ AI ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിനുള്ളിൽ നോക്ക് സെക്യൂരിറ്റി എന്നുള്ള ഫീച്ചറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് 14 ബേസ് ആയിട്ടുള്ള 1UI സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിനുള്ളിൽ വരുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, 7 കൊല്ലത്തെ OS അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പം വളരെ കൂടിയ കാലത്തേക്കുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് ഈ ഫോണിൽ വരുന്നതായിരിക്കും. അതെടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്.
ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ S24 അതുപോലെ തന്നെ S24 പ്ലസിലും ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. സെയിം ആയിട്ടുള്ള ക്യാമറ സെറ്റപ്പ് തന്നെയാണ് ഈ രണ്ട് ഫോണുകളിലും വരുന്നത്. ഈ രണ്ട് ഫോണുകളിലും 50 മെഗാ പിക്സലിൻ്റെ f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ വോയിസിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ 12 മെഗാ പിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 120 ഡിഗ്രിയാണ്. മൂന്നാമത് 10 മെഗാ പിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന ടെലിഫോട്ടോ ലെൻസും വരുന്നുണ്ട്. ഇതിൽ 3x ഒപ്റ്റിക്കൽ സൂം ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. S24 അൾട്രയിലോട്ട് വരുമ്പോൾ ഫോണിൻ്റെ പിന്നിൽ ക്വാഡ് ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 200 മെഗാ പിക്സലിൻ്റെ f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഇതിൽ വരുന്നത്. വോയിസിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ 12 മെഗാ പിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 120 ഡിഗ്രിയാണ്. പിന്നെ 50 മെഗാ പിക്സലിൻ്റെ f3.4 അപ്പേഴ്സിൽ വരുന്ന പെരിസ്കോപ്പ് ലെൻസ് വരുന്നുണ്ട്. വോയിസിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 5x ഒപ്റ്റിക്കൽ സൂം ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 10 മെഗാ പിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന ഒരു ടെലിഫോട്ടോ ലെൻസ് ഇതിൽ വരുന്നുണ്ട്. വോയിസിൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. 3x ഒപ്റ്റിക്കൽ സൂം ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ 3 ഫോണുകളിലും 12 മെഗാ പിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ ആണ് വരുന്നത്. ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ S24 4000 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. S24 പ്ലസിലോട്ട് വരുമ്പോൾ 4900 mAh ബാറ്ററി വരുന്നുണ്ട്. അൾട്രയിൽ 5000 mAh ബാറ്ററി നമുക്ക് ലഭിക്കുന്നുണ്ട്. S24 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടാണ് വരുന്നത്. മറ്റ് രണ്ട് ഫോണുകളിലോട്ട് വരുമ്പോൾ 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ 3 ഫോണുകളിലും 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ടൈപ്പ് സി ചാർജിംഗ് പോർട്ടുമായിട്ടാണ് ഈ 3 ഫോണുകളിലും വരുന്നത്. പിന്നെ USB 3.2ൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഈ ഫോണുകളിൽ വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ S24 8 GB റാം 256 GB ഇന്റേണൽ വെർഷൻ്റെ വില വരുന്നത് 79,999 രൂപയാണ്. 512 GB ഇന്റേണൽ വെർഷൻ്റെ വില വരുന്നത് 89,999 രൂപയാണ്. S24 പ്ലസിൻ്റെ 12 GB റാം 256 GB ഇന്റേണൽ വെർഷൻ്റെ വില വരുന്നത് 99,999 രൂപയാണ്. S24 അൾട്രയുടെ ഇതേ വെർഷൻ്റെ വില വരുന്നത് 1,29,999 രൂപയാണ്. S24 പ്ലസിൻ്റെ 12 GB റാം 512 GB ഇന്റേണൽ വെർഷൻ്റെ വില വരുന്നത് 1,09,999 രൂപയാണ്. അൾട്രയുടെ ഇതേ വെർഷൻ്റെ വില വരുന്നത് 1,39,999 രൂപയാണ്. പിന്നെ അൾട്രയിൽ 1 TB ഇന്റേണൽ വെർഷൻ വരുന്നുണ്ട്. ഇതിൻ്റെ വില വരുന്നത് 1,59,999 രൂപയാണ്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ S24 സീരീസിൽ വളരെ മികച്ച ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് കൂടാതെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മികച്ച ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഫോണുകൾ തന്നെയാണ്. പക്ഷേ വിലയും അത്യാവശ്യം കൂടുതലായിട്ട് തന്നെ വരുന്നുണ്ട്. പിന്നെ S24 അതുപോലെ തന്നെ S24 പ്ലസിലും സ്നാപ്ഡ്രാഗണിൻ്റെ പ്രോസസ്സർ കൊടുക്കായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി എക്സിനോസിൻ്റെ പ്രോസസ്സർ ആണെന്നുണ്ടെങ്കിൽ വില കുറച്ചും കൂടി കുറയ്ക്കായിരുന്നു എന്നും എനിക്ക് തോന്നി. എന്തായാലും ഗ്ലോബൽ മാർക്കറ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ വില കുറച്ചും കൂടിയൊക്കെ കൂടുതലായിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ വരുന്നുണ്ട്. കുറച്ചും കൂടി കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ വന്നിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. അപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിൽ S24 65,000 രൂപ പ്രൈസ് റേഞ്ചിലും S24 പ്ലസ് 81,000 രൂപ പ്രൈസ് റേഞ്ചിലും അതുപോലെ തന്നെ അൾട്രാ വെർഷൻ 1,08,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ വരുന്നുണ്ട്. ഇന്ത്യൻ പ്രൈസിങ് ആ ഒരു റേഞ്ചിലോട്ട് കൊണ്ടുവന്നിരുന്നെങ്കിൽ വളരെ നന്നായേനെ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും മികച്ച ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഫോണുകളാണ് സാംസങ് S24 സീരീസ്. സാംസങ് S24 സീരീസിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.